നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളുടെ മോളെ ഇവര് ഈ വീടിനകത്ത് മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുക. അല്ലെങ്കിലും ഞങ്ങളുടെ മോളെ ഞങ്ങള് കൊണ്ടുപോയ അതിലെന്താ പോലീസിന് കാര്യം? എന്റെ മകൻ നിഖിലിനെ ഈ പവിത്രൻ ഗുണ്ടകളെ കൊണ്ട് പിടിപ്പിച്ച് എവിടെയോ കൊണ്ടിട്ടിരിക്കുക സാർ. പവിത്ര, സത്യം പറ. ശ്രേയയുടെ ഫോണിൽ നിന്ന് അവസാനം വിളിച്ചിരിക്കുന്നത് പവിത്രന്റെ നമ്പറിലേക്കാ. പവിത്രൻ അറിയാതെ ശ്രേയ എവിടെയും പോവില്ല. ശ്രേയ നിങ്ങളുടെ മകളാ, സമ്മതിച്ചു. ഗർഭിണിയുവാ. മറ്റൊരാളുമായി ശ്രേയയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുക. അയാളെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നിങ്ങൾ അവളെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാ ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. സാറേ, എല്ലാം നുണയാ. ഈ വീട് സെർച്ച് ചെയ്താ ശ്രേയയെ കിട്ടും. എന്റെ മോളെ തടഞ്ഞു വെച്ച് അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം അടിച്ചേൽപ്പിക്കുന്നത് ഇവിടുത്തെ സുമംഗലയാ. അത് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ ദർശനയും. പവിത്ര, നിന്റെ ഫോണിങ്ങെടുക്ക്. ഇവര് പറഞ്ഞ ശരിയാണോ നോക്കട്ടെ. ദർശനെ, ഇവിടെ നിന്ന് കിട്ടിയ ശ്രേയയുടെ ഫോണില് പവിത്രനെ വിളിച്ചിരിക്കുന്ന സമയം എത്രയാണെന്ന് ഞാൻ നോക്കട്ടെ. ഓപ്പൺ ചെയ്. ആ 11:20 പവിത്രന് കോള് വന്നിട്ടുണ്ട്. ദർശന, വരൂ. മാഡം കൂടി വന്നോളൂ. പവിത്രനെ ശ്രേയ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. പക്ഷെ ആ കുട്ടിയുടെ അച്ഛനാണ് പവിത്രൻ എന്നുള്ളതുകൊണ്ട് അതൊരു തെളിവായി പറയാൻ പറ്റില്ല. പക്ഷെ പവിത്രൻ നേരിട്ടോ മറ്റാരെങ്കിലും കൊണ്ടോ മാറ്റി നിർത്തിയതും ആവാം. ഏതായാലും ഈ ഫോൺ ദർശനയുടെ കയ്യിലിരിക്കട്ടെ. നമുക്ക് ആവശ്യം വരും. അയാൾ മറ്റാരെങ്കിലും കൊണ്ടാണ് ശ്രേയയെ മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ ഇതിലേക്ക് വിളി വരും. ഏതായാലും തൽക്കാലം പവിത്രനെയും ഗിരിജയും പുറത്തേക്ക് വിടണ്ട. ഞാൻ 2 പോലീസുകാർ ഇവിടെ നിർത്തിയിട്ട് പോവാം. ഇപ്പോ ശ്രേയയുടെ നമ്പറും കൃഷ്ണന്റെ നമ്പറും സൈബർ സെല്ലും ഡിപ്പാർട്ട്മെന്റും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോ നിഖിലിന്റെ കാര്യമോ? അവനെ കണ്ടുപിടിക്കണ്ടേ? SI സംഘവും നിഖിലിനെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം. കുരിയച്ചൻ വണ്ടിയിലുണ്ട്. തൽക്കാലം ഞാൻ കുരിയച്ചനെ കൊണ്ടുപോവാ. പവിത്രന്റെ ഫോൺ തന്നത് അയാളെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ അയാളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നേക്കാം. സോറി അമ്മേ, അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ. നീ സോറി ഒന്നും പറയണ്ട. ഇപ്പൊ നീ എവിടെയുണ്ടെന്ന് പറ. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഗിരിജയുണ്ടോ കൂടെ? ഇല്ല, ഗിരിജാന്റെ ഒരു 10:45 ആകുമ്പോഴേക്കും നിഖിലേട്ടനെയും കൂട്ടി വരാന്ന് പറഞ്ഞിരിക്കുക.